ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിൽ നിൽക്കുകയാണ്. നോക്കിയപ്പോൾ ബ്ലാക്ക് കളറിലുള്ള ക്യാരറ്റ്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ 2 വാങ്ങുകയാണ്. നമുക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ. അതുപോലെ യെല്ലോ കളറിലുള്ള ക്യാരറ്റും ഇരിപ്പുണ്ട്. ഇതിവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇതുപോലുള്ള ലോക്കൽ മാർക്കറ്റുകളിലാണ് ഇങ്ങനെ വിചിത്രമായിട്ടുള്ള ചില വെജിറ്റബിൾസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലതൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല ഇതെന്താണെന്ന്. ചിലതൊക്കെ വാങ്ങി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും പ്രായമായ ആൾക്കാരെയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബ്ലാക്ക് ക്യാരറ്റ് പുറമെ ബ്ലാക്ക് കളർ തോന്നുമെങ്കിലും ഇതിപ്പോൾ ചെത്തിയപ്പോൾ പർപ്പിൾ കളറാണ്. ബീട്രൂട്ട് വൃത്തിയാക്കുമ്പോൾ കയ്യിൽ കളർ പറ്റുന്നത് പോലെയാണ് ഈ ക്യാരറ്റ് വൃത്തിയാക്കിയപ്പോഴും. ഞാനിതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡൈജഷനും വർദ്ധിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഡയബറ്റിക് കൺട്രോൾ ചെയ്യാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ വെയിറ്റ് ലോസിനും വളരെ നല്ലതാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് സാലഡായിട്ട് കഴിക്കാനാണ് കൂടുതൽ നല്ലത്. പക്ഷേ ഇത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കാമെന്ന്. ലൈറ്റായിട്ട് മാത്രമേ ഇത് വേവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിക്ക് എന്തു ഭംഗിയെന്ന് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്യാരറ്റ്. ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ആദ്യം ഇതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് അതൊന്ന് വാടിയാൽ മതി. അതിന് വേണ്ടിയുള്ള വെള്ളം മാത്രം ഒഴിക്കാം. ഇതൊന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് വെന്താൽ മതി, കൂടുതൽ നേരം വേവിക്കണ്ട. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ഓയിൽ ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ ചേർക്കുമ്പോഴാണ് ക്യാരറ്റിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇതിൽ കൂടുതൽ മസാലയുടെ ഒരാവശ്യവുമില്ല. ഒരല്പം ഇറ്റാലിയൻ സീസണിങ്ങും ഒരല്പം പെപ്പർ പൗഡറും മാത്രം ചേർത്താൽ മതി. ഏത് തരം വെജിറ്റബിൾ ആയാലും കൂടുതൽ മസാല ചേർത്താൽ മസാലയുടെ ഫ്ലേവർ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്തുണ്ടാക്കിയാലും നമ്മൾ ഉപയോഗിക്കുന്ന മസാലകളുടെ അളവൊന്ന് മിതപ്പെടുത്തിയാൽ നല്ലത് തന്നെയാണ്. ബ്ലാക്ക് ക്യാരറ്റ് എല്ലായിടത്തും കിട്ടുന്നതല്ല. ഞാൻ ഇത് കണ്ടതുകൊണ്ട് ഇത് വാങ്ങി ഉണ്ടാക്കിയതാണ്. സാധാരണ ക്യാരറ്റ് സലാഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.